കപ്പയ്ക്കയും ചെറുപയറും കൂടെയുള്ള ചാറ് കറിക്കായിട്ട് നമ്മൾ കപ്പയ്ക്ക അഥവാ പപ്പായ, ഓമയ്ക്ക, കൊപ്പയ്ക്ക എന്നൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ പറയുന്നത്. ഇവിടെ പപ്പായ എന്ന് പറയും, കപ്പയ്ക്ക എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു മുളകും കൂടി മുറിച്ചിടാം. ചെറുപയറും കൂടി ചേർത്ത് അപ്പോഴേ ഞാനെന്ന് പറയുന്നത് ചെറുപയർ 2 ദിവസത്തേക്കൊക്കെ നമുക്ക് എടുക്കാനാണെങ്കിൽ ഒരു പകുതി വേഗമാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ കറികൾക്ക് ചേർക്കാൻ എടുക്കാം. പക്ഷെ അന്നേരം നമ്മളെടുത്ത് കുതിർത്ത് നമുക്ക് എളുപ്പമല്ല, വേഗത്തിൽ ജോലി നടക്കത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു പകുതി വേഗമാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4-5 ചെറിയ അല്ലി ആയതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1 സ്പൂൺ മുളക് പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് 4 വിസിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കയും നമ്മുടെ ചെറുപയറും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് മസാലകളൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്ത അരപ്പാണ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും നാടൻ കറികളൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ കുറ്റങ്ങൾ പറയാതെ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കുക. കാരണം നമ്മളെ മലയാളികൾ തന്നെയാണല്ലോ നിറച്ച്. പച്ചമുളക് 2 പച്ചമുളക് ചേർത്ത് കടുക് താളിക്കും. അപ്പോൾ ഞാൻ ഉള്ളി ഇച്ചിരി നമ്മൾ അതിനകത്ത് അന്നേരം ഉള്ളി ചേർത്തില്ല. അപ്പോൾ ഉള്ളി ഇച്ചിരി നമുക്ക് നന്നായിട്ടൊക്കെ മൂപ്പിച്ചിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പയ്ക്ക ചെറുപയർ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പപ്പടം, അച്ചാർ, പിന്നെ നോൺ വെജും എല്ലാം ചേർത്ത് നമുക്ക് കഴിക്കാം. നല്ല കിടിലൻ രുചിയാണ് ഇതിന്. അപ്പോൾ ഇതെല്ലാം ഇത് നമുക്ക് വിളമ്പാൻ നേരം ഇളക്കി യോജിപ്പിച്ചാൽ മതി. അതുവരെ നമുക്കിതൊന്ന് മൂടി അടച്ച് വെച്ചിരിക്കാം. അപ്പം നല്ല മണമായിരിക്കും തുറക്കുമ്പോൾ. അപ്പം അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ.